ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ എല്ലാവരുടെയും ഒരു നൊസ്റ്റാൾജിക് സ്ഥലമായിട്ടുള്ള മഞ്ചാടിക്കുരു. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല അല്ലേ മഞ്ചാടിക്കുരു. അപ്പോൾ മഞ്ചാടിക്കുരു പെറുക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് മഞ്ചാടിക്കുരുവിൻ്റെ മരവും ആ സ്ഥലവും ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ നടന്ന്, ഇതൊരു അപ്പാർട്ട്മെൻ്റാണ്. ഇപ്പോൾ ഇത് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റാണ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയാണ് നമ്മുടെ മഞ്ചാടിക്കുരു ഉള്ളത്. അപ്പോൾ നമുക്കിത് ഇതാണ് നമ്മുടെ മഞ്ചാടിക്കുരുവിൻ്റെ മരം. ഇതിൻ്റെ താഴെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കി നോക്കാം. കാണുന്നുണ്ടോ ഗൈസ്? എൻ്റെ ഫോൺ എത്രയോ ഇതാ നമ്മുടെ മഞ്ചാടിക്കുരു താഴെ എത്തി. നമ്മൾ താഴെ കിടപ്പുണ്ട് ഗൈസ്. കണ്ടോ ഒന്ന് കിട്ടി, ഇതാ രണ്ട് കിടപ്പുണ്ടാവും. ഇത് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടാണല്ലേ ഈ മഞ്ചാടിക്കുരു എന്നൊക്കെ പറയുന്നത്. ഇവിടെ അന്ന് ഇതിന് മുന്നേ ഒരു ദിവസം വന്ന ടൈമിൽ ഞാൻ കുറേ കണ്ടായിരുന്നു. ഇതാ കിടക്കുന്ന നമ്മുടെ മുത്തുമണികൾ. യെസ്, ഉണ്ടോ നോക്കാം നമുക്ക്. അന്ന് ഞാൻ വന്നപ്പോൾ കുറേ കിടക്കുന്നുണ്ടായിരുന്നു ഗൈസ് ഇവിടെ. ഇതാ ഒന്നും കൂടെ കിട്ടി. അപ്പം നമ്മൾ മഞ്ചാടിക്കുരുവൊക്കെ പെറുക്കി ഇങ്ങനെ കുറേ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അധികം കാണുന്നില്ല. ആരൊക്കെയോ മുന്നേ വന്നിട്ട് പെറുക്കിയിട്ട് ഇവിടെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ഇനി ഉണ്ടോയെന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ കുറച്ചുകൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പോയി ഈ സൈഡിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അധികം വീഴുന്നില്ല. ഇത് പുറത്തോട്ട് അധികം മരച്ചില്ലകളൊന്നുമില്ല, അതുകൊണ്ട് കാണുന്നില്ല. ശരിക്കും ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ മഞ്ചാടിക്കുരു കുറേ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും മഞ്ചാടിക്കുരുവിൻ്റെ മരം കാണുന്നത് ഇപ്പോഴാണ്. കണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഇതിന് മുന്നേ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒന്ന് പറയണം. ഞാൻ നോക്കുന്നുണ്ട്, കാണുന്നില്ല കൈസ്. കഴിഞ്ഞു തോന്നുള്ളൂ. അതിന് ആകെ അത്ര മഞ്ചാടിക്കുരു കിട്ടുള്ളൂ. കുഴപ്പമില്ല എന്നാലും. അതാ അവിടെ താഴുതാ ഒന്ന് ഒളിച്ച് കിടക്കുന്നുണ്ടാ. പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറ്റേ മഞ്ചാടിക്കുരുവൊക്കെ കഴിച്ചാൽ എങ്ങനെ മരിച്ചു പോകുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ ചില്ലടിച്ച് നടക്കാം. ഓക്കെ.